CAA-ക്കെതിരെ വളരെ വ്യാപകമായ പ്രചാരണം നടത്തിയ, പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന പ്രാദേശിക BJP നേതാവ് കൂടിയായ പത്മരാജൻ മാഷിനെ കുടുക്കാൻ, വേട്ടയാടാൻ, സ്ഥിരമായി തടവിലിടാൻ ഒരു ഗൂഢാലോചനയും അതിന് പിന്നാലെ തിരക്കഥാരചനയും നടന്നോ? അതാണോ നടപ്പാക്കിയത് പലരെ ഉപയോഗിച്ച്? ആദ്യം രഞ്ജിത്ത് പാടിയിലേക്ക്. തീർച്ചയായിട്ടും അതിനകത്ത് പ്രദീപ് സാറെ മനസ്സിലാക്കേണ്ടത്, ഇത് ആരോ എഴുതി തയ്യാറാക്കിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു പത്മരാജൻ മാസ്റ്ററെ ഈ കേസിൽ കുടുക്കിയതെന്നുള്ളത് വ്യക്തം തന്നെയാണ്. അല്ലെങ്കിൽ ഈ സുപ്രധാനമായ ഒരു വിധി, നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ 3-4 സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ വിചാരണ കോടതിയുടെ വിധിയെ തടഞ്ഞു വയ്ക്കുന്നത് അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന നടപടി ഹൈക്കോടതി പോലുള്ള ഒരു മേൽക്കോടതി നിന്നുണ്ടാകുന്നത്. അത്തരമൊരു തീരുമാനം ഹൈക്കോടതി എടുക്കണമെങ്കിൽ ഈ വിധി പ്രസ്താവം, ഈ വിചാരണ കോടതിയുടെ അല്ലെങ്കിൽ അതിവേഗ പോക്സോ കോടതിയുടെ വിധി പ്രസ്താവത്തിൽ ഗുരുതരമായ തെറ്റുണ്ട് എന്ന് ഹൈക്കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്തായിരുന്നു? ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് എന്താണ്? ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് CPM-ന്റെ കൗൺസിലറാണ്, കോർപ്പറേഷൻ കൗൺസിലറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലം അവിടെയുണ്ട്. ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ്? ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരായി കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അതിൽ എന്താണ് പൗരത്വ നിയമ ഭേദഗതി ബില്ല് എന്ന് സോഷ്യൽ മീഡിയയിലൂടെയും പൊതുസദസ്സുകളിലൂടെയും വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു മാസ്റ്റർ. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിന് മാസ്റ്റർ കണ്ണിലെ കരടായി. ഏതെങ്കിലും തരത്തിൽ മാസ്റ്ററെ ഒതുക്കണമെന്നും ഏതെങ്കിലും തരത്തിൽ മാസ്റ്ററെ ഇല്ലാതാക്കണമെന്നും ആ ആളുകൾ, ആ ചിന്താഗതിയുള്ളവർ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി ഒരു തിരക്കഥ എഴുതി ഉണ്ടാക്കുന്നു. ആ തിരക്കഥയിൽ ചില ആളുകളെ അഭിനയിപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാസ്റ്റർക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസിൽ മാസ്റ്ററെ കൊടുക്കുന്നു. ഇവിടെ ഏറ്റവും നിർണായകമായ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അതായത്, ഈ കേസിൽ 4-5 തവണ ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ IPS ഉദ്യോഗസ്ഥയായ 37-ാം സാക്ഷി, ആ 37-ാം സാക്ഷിയുടെ കൃത്യമായ മൊഴിയാണ് ഹൈക്കോടതിയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. എന്തായിരുന്നു? അതായത് ആ IPS ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ പലതവണ ചോദ്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഞാൻ എൻ്റെ സാന്നിധ്യത്തിൽ മൊഴിയെടുക്കുമ്പോഴും ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. ആദ്യം നൽകിയ മൊഴിയല്ല രണ്ടാമത് നൽകിയത്, രണ്ടാമത് നൽകിയ മൊഴിയല്ല മൂന്നാമത് നൽകിയത്, മൂന്നാമതും 4-മതും 5-മതും നൽകിയ മൊഴികൾ തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ട മൊഴികൾ ഈ മാസ്റ്റർക്കെതിരെ രേഖപ്പെടുത്തുകയായിരുന്നു ഈ കുട്ടി ചെയ്തത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ കേസുമായി ബന്ധപ്പെട്ട് 3-ാം സാക്ഷിയായി വന്ന, അതായത് ഈ 3-ാം സാക്ഷിയാക്കി പ്രതിഭാവം കൊണ്ടുവന്ന പ്രോസിക്യൂട്ടർ, പബ്ലിക് പ്രോസിക്യൂട്ടർ, അദ്ദേഹം തന്നെ പിന്നീട് തൻ്റെ നിലപാടുകൾ മാറ്റിയെന്നാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് പ്രതിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം, നിരപരാധിയാണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടണം. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കേസാണ്. ആരൊക്കെയോ ചേർന്ന് ഗൂഢാലോചന ഉണ്ടാക്കിയിരിക്കുന്നു പത്മരാജൻ മാഷിനെ ഈ കേസിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത്. ഇത് കൃത്യമായി തന്നെ. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 600 കുട്ടികൾ പഠിക്കുന്നു, നിരവധി അധ്യാപകർ അവിടെയുണ്ട്. ഇത് ഈ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് മുറിക്ക് സമീപത്തുള്ള ഒരു ശൗചാലയമാണ്, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂട്ടമായിട്ടായിരിക്കും പോകുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം സ്കൂളിലെ സാഹചര്യം. അവിടെ ഈ പട്ടാപ്പകൽ ഇത്തരം ഒരു കാര്യം ചെയ്ത ശേഷം തൻ്റെ ഉടുമുണ്ടില്ലാതെ ഈ മാസ്റ്റർ വീട്ടിലേക്ക് പോയി എന്നുള്ളൊരു കഥയാണ് എഴുതുന്നത്. എന്ത് ഗതികേടാണ്, എന്തുമാത്രം മേച്ഛമായ ഒരു രീതിയിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ഇതാ നീതി ദേവത കണ്ണു തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്.